ഞാൻ നിങ്ങളെ മുമ്പത്തെ പല പ്രഭാഷണങ്ങളും കേട്ട് നോക്കിയപ്പം അതേപോലെ തന്നെ മുമ്പ് അൽ-ഇസ്ലാൽ വന്ന ലേഖനമൊക്കെ ഞാൻ വായിച്ചു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നിങ്ങൾ പല പ്രഭാഷണങ്ങളിലും ഈ ലേഖനത്തിലൊക്കെ ഇതിനെ ന്യായീകരിക്കുന്ന രൂപത്തിൽ ഉള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇപ്പം നിങ്ങൾ പറയണത് അത് തെറ്റാണെന്നാണ് പറയേണ്ടതെന്നാണ് നിങ്ങൾ പറയണത്. പക്ഷെ മുമ്പത്തെ പല സംവാദങ്ങളിലുണ്ട്, അതേപോലെ തന്നെ പല പ്രഭാഷണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അൽ-ഇസ്ലാൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ ഇതിന് ഘടകവിരുദ്ധമായ രൂപത്തിൽ ഇതിനെ ന്യായീകരിക്കുന്ന രൂപത്തിലാണ് നിങ്ങളെ ഇതുണ്ടായിട്ടുള്ളത്. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു വിസ്ഡം മുജാഹിദായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഏത് വിഷയം, നമ്മളെ ഇസ്തസ്കില്ല എന്നുള്ള ആ ഒരു വിഷയം ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് 2-3 മുജാഹിദിനടുത്ത് ഞാൻ സംസാരിച്ചു. അപ്പോൾ എന്നോട് ഷിർക്കാണെന്ന് പറഞ്ഞു, വേറൊരു മുജാഹിദ് അതിൽ ഷിർക്കില്ല എന്ന് പറഞ്ഞു, വേറെ മുജാഹിദ് ഷിർക്കാണോ ഷിർക്കല്ല എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഏറ്റവും വലിയൊരു രസം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് 3 ആൾക്കും തെളിവ് ഫൈസൽ മൗലവിയാണ്. അതായത് ഷിർക്കാണെന്ന് പറയുന്ന ആൾക്കും തെളിവ് ഫൈസൽ മൗലവിയാണ്, ഷിർക്കല്ല എന്ന് പറയുന്ന ആൾക്കും തെളിവ് ഫൈസൽ മൗലവിയാണ്, ഷിർക്കാണോ ഷിർക്കല്ല എന്ന് പറയുന്ന ആളുണ്ട്, ഷിർക്കാണോ ഷിർക്കല്ല എന്ന് അറിയില്ല എന്ന് പറയുന്ന ആള്, അയാൾക്കും തെളിവ് ആരെന്നെയാണ്, ഫൈസൽ മൗലവിയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിലും അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നിങ്ങളെ മുൻപത്തെ പ്രഭാഷണത്തിൽ നിന്നൊക്കെ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അപ്പം ഞങ്ങൾ ഉടനെ പോയി പറഞ്ഞു കൊടുക്കുക ഫൈസൽ മൗലവി തെളിവാക്കാൻ പാടില്ല എന്ന്. തെളിവ് അല്ലാഹ് പറഞ്ഞാണ്, റസൂൽ പറഞ്ഞാണ്. ഫൈസൽ മൗലവി പറഞ്ഞാൽ ദീനിൽ ഒരു അടിസ്ഥാനമില്ല, അതിന് യാതൊരു വിലയും അതിനില്ല, അതൊരു വാക്ക് മാത്രമേ ഉള്ളൂ. എത്ര വലിയ ആൾ പറഞ്ഞാലും അയാളുടെ വാക്ക് ദീനിൽ തെളിവല്ല. പിന്നെ ഫൈസൽ മൗലവി ഞാൻ ഒന്നുമല്ല. എത്രയോ വലിയ വലിയ മനുഷ്യന്മാർ പറഞ്ഞപ്പോൾ ദീനിൽ തെളിവല്ല. ഇമാം അഹമ്മദിനോട് ചോദിച്ചു ഒരു സംശയം തമത്തൊഴുമായി ബന്ധപ്പെട്ട്. ഇമാം അഹമ്മദ് ആരെ? ഇമാം അഹ്ലുസുന്നയാണ്. ആ ഇമാം അഹമ്മദ് പറഞ്ഞു അത് നബി അംഗീകരിച്ച, നബി ചെയ്ത കാര്യമാണ്, നല്ല കാര്യമാണ്. അപ്പൊ ചോദ്യകർത്താവിന് തിരിച്ചുള്ള ചോദ്യം, ഇന്ന ഇബ്നുൽ മുബാറക് ഖാല കദാ വകദാ, ഇബ്നു മുബാറക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുവല്ലോ എന്ന്. ഇമാം അഹമ്മദ് പറഞ്ഞു, ഇന്ന ഇബ്നുൽ മുബാറക് ലം യൻസിൽ മിനസ് സമാ, ഇബ്നു മുബാറക് ആകാശത്തുനിന്ന് ഇറങ്ങിയിട്ടൊന്നുമില്ല എന്നാ. ഇബ്നു മുബാറക് ആരാ? മഹാനായ താബിഈ, എത്ര വലിയ ആര്യമാണ്. അദ്ദേഹത്തെ പറ്റി ഇമാം അഹമ്മദ് പറയാ, അദ്ദേഹം ആകാശത്ത് നിന്ന് ഇറങ്ങിയ ആളല്ല. ആകാശത്ത് നിന്ന് അല്ല ഇറക്കിയിട്ട് ഇയാൾ പറഞ്ഞൊക്കെ സ്വീകരിച്ചോളി പറഞ്ഞതാണെങ്കിൽ ഓക്കെ, അങ്ങനെ വന്നതല്ലോ. അതുകൊണ്ട് ഇബ്നു മുബാറക് പറഞ്ഞാലും ശരി അംഗീകരിക്കാൻ പറ്റും ഇമാം അഹമ്മദ് പറയാം. അപ്പൊ ചോദ്യകർത്താവ് വീണ്ടും ചോദിച്ചു, വൈന്ന ഇബ്രാഹിമിൽ അദ്ദേഹം ഖാല കദാ വകദാ, ഇബ്നു മുബാറക് മാത്രമല്ല ഇബ്രാഹിമിൽ അദ്ദേഹവും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇമാം അഹമ്മദ് പറഞ്ഞു, അലൈക്കും ബിൽ അസ്ൽ, നിങ്ങൾ അസ്ലാണ് സ്വീകരിക്കേണ്ടത്, അസ്ലാണ് സ്വീകരിക്കേണ്ടത്, വ്യക്തികളല്ല. കാരണം ഒരു ശരീഅത്തിൽ കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. വലിയ ബഹുമാനമുള്ള ഒരാളുടെ വാക്കിന് വേണ്ടി ശരീഅത്തിനെ ഒഴിവാക്കാൻ പറ്റില്ല, മതത്തിനെ ഒഴിവാക്കാൻ പറ്റില്ല. അയാളേക്കാൾ ബഹുമാനം ശർഇനാണ്, മതത്തിനാണ്. എത്ര വലിയ ആള് പറഞ്ഞു അയാൾ വലിയ ആളായത് എന്തുകൊണ്ടാണ്? ദീനിന് സേവനം ചെയ്തപ്പോഴാണ്. അയാളെ കൊണ്ട് ദീന് വലുതായിട്ടില്ല, ദീനെ കൊണ്ട് അയാൾ വലുതായതാണ്. ദീൻ അല്ലാഹ് ഇറക്കി, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, അത് അത്രേ ഉള്ളൂ. ആ ദീന് സേവനം ചെയ്താൽ നമുക്ക് അതിന്റെ ഖൈറുണ്ടാവും. നമ്മളെ കൊണ്ട് ദീന് വലുതാവോ? ഇല്ല, അത് അല്ലാഹ് വലുതാക്കിയൊരു വലുപ്പനുണ്ട്, അത് അല്ലാഹ് സംരക്ഷിക്കും ചെയ്യും. അത് സേവനം ചെയ്താൽ നമുക്ക് ലാഭം. അപ്പൊ ഒരു വലിയ ആളൊരു വാക്കുണ്ട്, ദീനിൽ മറ്റൊന്നുണ്ട്, അയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ കാട്ടുക? ഒന്നും കാട്ടാതെ അയാളോട് പറയാ, അത് സ്വീകാര്യമല്ല. അതുകൊണ്ടല്ലേ ഇമാം ഷാഫി അസ്ലാത്ത് ഹുമൈൻ സുബൈക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ പറയണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബാങ്ക് കൊടുക്കുന്നുണ്ടല്ലോ. എന്താ കാരണം? സുബൈഹിയുടെ ബാങ്കിൽ അസ്ലാത്ത് ഹുമൈൻ പറഞ്ഞ് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടും APK പള്ളിക്കലൊക്കെ അത് പറയുന്നുണ്ട്. കാരണം എന്താ? ഇമാം ഷാഫി ആ പറഞ്ഞത് ശരിയല്ല, ഇമാം ഷാഫി അപ്പറഞ്ഞത് ശരിയല്ല, ഹദീസിനോട് യോജിക്കുന്നില്ല, നമ്മൾ സ്വീകരിച്ചു. ഇമാം മാലിക് പറഞ്ഞു ശവ്വാൽ 6 നോമ്പ് എനിക്ക് ഇഷ്ടമില്ല, ബിദ്അത്താകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, ഇമാം മാലിക് പറഞ്ഞു. പക്ഷെ നമ്മളാരും സ്വീകരിച്ചിട്ടില്ല, അത് സുന്നത്താണ്, ഹദീസിനോട് സ്ഥിരപ്പെട്ടു. മരിച്ചാക്ക് നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ അയാൾ വലിയ നോമ്പ് നോറ്റ് വിട്ടാം എന്ന മസ്അലയിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ആദ്യം പറഞ്ഞു ആ ഹദീസ് സ്വഹീഹല്ല, അവിടെ നോമ്പ് നോറ്റ് വിട്ടാൻ പറ്റൂല. പിന്നെ ഇമാം ഷാഫി പറഞ്ഞു ആ ഹദീസ് സ്വഹീഹാണ്, അവിടെ നോമ്പ് നോറ്റ് വിട്ടാൻ പറ്റും. അവസാന കാലത്ത് ഇമാം ഷാഫി പിന്നെയും പറഞ്ഞു അല്ല സ്വഹീഹല്ല, നോറ്റ് വിട്ടാൻ പറ്റൂല. 3 അഭിപ്രായം ഇമാം ഷാഫിക്ക്. രണ്ടാമത്തെ അഭിപ്രായം ശരി, ഒന്നാമത്തെ ശരിയല്ല, മൂന്നാമത്തെ ശരിയല്ല, രണ്ടാമത്തെ ശരി. അപ്പൊ ഒന്നാമത്തെ ഇമാം ഷാഫിക്ക് ഒരു കൂലി കിട്ടും, രണ്ടാമത്തെ 2 കൂലി കിട്ടും, മൂന്നാമത്തെ 1 കൂലി കിട്ടും. ഇമാം ഷാഫിക്ക് 4 കൂലി കിട്ടും. ഇമാം ഷാഫി മോശക്കാരനല്ല.
അപ്പൊ ഈ ഒരു വിസ്ത മുജാഹിദ് അങ്ങനെ പറയില്ല, ഫൈസൽ മൗലവി തെളിയാന്ന് പറയില്ല. നിങ്ങളെപ്പോലെ തന്നെ മറുപടി ഇല്ല. അല്ല, വിസ്ത മുജാഹിദും പറയില്ല, അത് സംശയമൊന്നുമില്ല നമുക്കായിരിക്കും. വിസ്ത മുജാഹിദ് സംബന്ധിച്ച അള്ളാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു, സലഫിന്റെ മനഹജിലുണ്ടോ ഖലാസ്, അതിനപ്പുറത്ത് ഫൈസൽ മൗലവി പറഞ്ഞാൽ പോയി അവിടുന്ന് കയറി, അത്രേ ഉണ്ടാവുള്ളൂ. അതാ വിസ്ത മുജാഹിദ്. അല്ലാതെ ഇവിടെ ആര് പറഞ്ഞാലും അവിടെ സമീന വാത്തോനെ പറഞ്ഞ ആളെ കിട്ടൂല, അത് കിട്ടുന്ന മുജാഹിദ് വേറെയാണ്, ഇതല്ല, അത് വേറെ മുജാഹിദ് ഉണ്ട്. അത് സർക്കാർ വന്നാൽ പിന്നെ അപ്പുറത്തേക്കില്ല, മേലിന് ഓടിട്ടതിന് അപ്പുറത്തേക്കില്ല, അത് എന്തും മാറ്റിക്കോളും, ഇവിടെ ഉണ്ടാവില്ല. അപ്പം ഏതായിരുന്നാലും അങ്ങനെ ആൾ പറയില്ല. ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളോട് പറഞ്ഞു കൊടുക്കുക, ഫൈസൽ മൗലവി തെളിവാക്കാൻ പാടില്ല, ഫൈസൽ മൗലവി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക, അപ്പോൾ നമുക്ക് തെളിവാക്കിക്കോളും. ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ച് പ്രമാണം എന്നുള്ളത് അള്ളാഹ് പറഞ്ഞു, റസൂൽ പറഞ്ഞു, മാക്കാൽ അല്ലാഹ് വ മാക്കാൽ റസൂലുള്ളാഹ്, അതാണ് തെളിവ്. അതിനപ്പുറത്തെ തെളിവില്ല. നിങ്ങളും ഐക്യത്ത. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ച് മുജാഹിദാകാം.